വാർത്തയിലേക്കാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വിമാനം വൈകുന്നതിൽ പ്രതിഷേധം. ഇന്നലെ രാത്രി 11 മണിക്ക് ദുബായിലേക്ക് പുറപ്പെടേണ്ട സ്പൈസ് ജെറ്റ് വിമാനമാണ് വൈകുന്നത്. 150-ലേറെ യാത്രക്കാരാണ് വിമാനത്താവളത്തിൽ കുടുങ്ങിയിട്ടുള്ളത്. വിവരങ്ങളുമായി കൃഷ്ണപ്രിയ AR ചേരുന്നുണ്ട്. കൃഷ്ണപ്രിയ, ഈ ഒരു വിമാനത്താവളത്തിൽ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ? ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ അധികൃതർ എപ്പോഴത്തേക്ക് സാധിക്കുമെന്നാണ് നൽകുന്ന വിശദാംശങ്ങൾ നൽകാനായി കൃഷ്ണപ്രിയ ചേരുന്നുണ്ട്. കൃഷ്ണപ്രിയ, ഈ ഒരു പ്രശ്നം യന്ത്രത്തകരാറാണ് എന്ന് മനസ്സിലാക്കുന്നു. പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ? കഴിഞ്ഞ 20 മണിക്കൂറിലധികമായി ഇത്തരത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ 150-ലധികം യാത്രക്കാരാണ് കുടുങ്ങിയിരിക്കുന്നത്. ഇന്നലെ രാത്രി 11 മണിക്ക് കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് പോകേണ്ട സ്പൈസ് ജെറ്റ് വിമാനത്തിലെ യാത്രക്കാരാണ് ഇവർ. എഞ്ചിനിലുണ്ടായ തകരാറ് മൂലം ഇവരുടെ വിമാനയാത്ര നീട്ടി വെക്കുകയായിരുന്നു. തുടർന്ന് ഇവർക്ക് പലതരം അറിയിപ്പുകൾ ലഭിച്ചു. അല്പം മണിക്കൂറുകൾക്കകം തന്നെ യാത്ര പുനരാരംഭിക്കാൻ കഴിയുമെന്ന് അടക്കമുള്ള അറിയിപ്പുകൾ ലഭിച്ചുവെങ്കിലും ഇതുവരെയും വിമാനം പുറപ്പെട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനമായി ലഭിച്ചിരിക്കുന്നത് ഇന്ന് രാത്രി 10 മണിയോടുകൂടി തകരാർ പരിഹരിച്ച് കൊച്ചിയിൽ നിന്ന് വിമാനം പുറപ്പെടും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിലും വ്യക്തത ഇല്ലെന്നാണ് യാത്രക്കാരുടെ പരാതി. തുടർന്ന് കുട്ടികളും വൃദ്ധരും അടക്കമുള്ള യാത്രക്കാർ വളരെയധികം ബുദ്ധിമുട്ടിലാണ്. ഇവർക്ക് പകരം സംവിധാനം ഏർപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഇവരെ മാറ്റി താമസിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ കമ്പനിയോ അല്ലെങ്കിൽ വിമാനത്താവളത്തിലെ അധികൃതരോ ചെയ്തു തരുന്നില്ല എന്നാണ് ഈ യാത്രക്കാരുടെ പരാതി. പലവിധ ആവശ്യങ്ങൾക്കായി ദുബായിലേക്ക് പോകുന്ന യാത്രക്കാരാണ്, ജോലിക്കായും മറ്റും ചെല്ലുന്ന യാത്രക്കാരാണ്. പക്ഷേ ഇവരുടെ റുട്ടീനുകൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെല്ലാം താളം തെറ്റുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. ഏതായാലും ഇന്ന് രാത്രി 10 മണിയോടുകൂടി യാത്ര പുനരാരംഭിക്കാൻ കഴിയുമെന്നാണ് കമ്പനി അറിയിക്കുന്നത്. നയന.